ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നൊരു അടിപൊളി കിടക്കാച്ചൊരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത്. ഈ കരിമംഗല്യം കൊണ്ടൊക്കെ വിഷമിക്കുന്ന ചേച്ചിമാർക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഒരു സംഭവമാണ്. നിങ്ങൾ തുടർച്ചയായിട്ട് തന്നെ ഇത് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ, ചെമ്പരത്തി ഇല്ലാത്ത ഒരു വീടുകളും ഇല്ല അല്ലേ. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ വേലിയായിട്ടൊക്കെ നമ്മൾ ചെമ്പരത്തി നടുവായിരുന്നു. ഇപ്പോഴും ആവശ്യത്തിന് ഇപ്പോൾ എല്ലാവരും ഇതേപോലെ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതെ ചെമ്പരത്തി ഇലയുടെ താളി, ചെമ്പരത്തി പൂവിൻ്റെ താളി ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇല്ലാത്ത ഒരു വീടുകളും ഇല്ലായിരിക്കും കേട്ടോ. പക്ഷേ നമ്മൾ ആ കളർ ചെമ്പരത്തി പൂവുണ്ടല്ലോ, കളർ ചെമ്പരത്തി പൂവിനെക്കാട്ടിലും നല്ലത് നമ്മുടെ നാടൻ ചുമന്ന പൂവുണ്ടല്ലോ. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംമാതിരി ഇപ്പോൾ ഉണ്ട്. നമ്മളത് താളിയായിട്ടും അരച്ചും ഒക്കെ സുപ്പ് പുരട്ടുന്നുണ്ട്. അപ്പോഴും നാടൻ ചുമന്ന ഒറ്റത്തട്ടുള്ള ആ ചെമ്പരത്തി പൂ തന്നെ എടുക്കാൻ നോക്കണം. കളർ വേണ്ട കേട്ടോ. കളർ പല കളറുള്ള ചെമ്പരത്തി പൂവ് ഇപ്പോൾ ഇഷ്ടംമാതിരി എല്ലായിടത്തും ഉണ്ട്. അതല്ല, നമ്മുടെ ചുമന്ന നാടൻ ചെമ്പരത്തി പൂ തന്നെ നിങ്ങൾ എടുക്കണം. നമുക്ക് എത്ര അളവൊന്നുമില്ല, എത്ര വേണേലും നമുക്ക് ഈ ഒരു കൂട്ടിൽ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോഴും നിങ്ങൾ മിക്സ് ചെയ്യുമ്പം എത്ര വേണേലും നമുക്ക് പൂവ് എടുക്കാം. മുട്ടോ പൂവോ നമുക്ക് എടുത്തിട്ട് തൈരും അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത്, ആ തൈരും കൊണ്ടാണ് നമ്മുടെ ഈ പൂവ് അരഞ്ഞ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടെ നമ്മളൊരു എൻ്റെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളാണ്, ഞാൻ എപ്പോഴും അവളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ട് നിങ്ങൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കും. അപ്പോൾ തൈരാണ് ഇതിന് നമ്മൾ മിക്സ് ചെയ്ത് ഈ കൂട്ട് അരച്ചെടുക്കാൻ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി കിടുക്കാച്ച ഒരു ടിപ്പാണ്. നിങ്ങൾ തുടർച്ചയായിട്ട് തന്നെ സുപ്പുന് കരിമംഗലി ഇതുവരെ ഒന്നും വന്ന് പെട്ടിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ ഈ പായ്ക്കിട്ട് നമുക്ക് അല്ലാത്തവർക്കും ഇടാം കേട്ടോ. ഇപ്പോൾ കരിമംഗലി ഉള്ളവരെ ഇതിടാവൂ എന്നൊന്നുമില്ല. നമുക്ക് അല്ലാത്തവർക്കും നമുക്ക് മുഖമൊക്കെ നന്നായിട്ട് വെളുക്കാനും നല്ല കളർ കിട്ടാനും ഈ ഒരു ടിപ്പ് നമുക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. അപ്പോഴിത് നിങ്ങൾ തുടർച്ചയായിട്ട് തന്നെ ഇത് ഇട്ട് കൊടുക്കണം. അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോഴും മറക്കരുത്, ആ നാടൻ ചെമ്പരത്തി പൂ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. നാടൻ ചെമ്പരത്തി പൂ ഇവിടെ ഇഷ്ടമാതിരി നിൽപ്പുണ്ട് കേട്ടോ. തട്ടല്ല ഞാൻ എടുക്കുന്നത്, നമ്മുടെ നാടൻ ഒറ്റ തട്ടിൻ്റെയാണ് ഞാൻ എടുക്കുന്നത്. തട്ടുണ്ട്, പിന്നെ അല്ലാതുള്ള കളറ് ചെമ്പരത്തി പൂവുണ്ട്, ഒത്തിരി പൂവുണ്ട്, ഒത്തിരി ചെമ്പരത്തി ഉണ്ട് ഇവിടെ. പക്ഷേ ഞാൻ എപ്പോഴും നമ്മുടെ ഇതിനൊക്കെ പായ്ക്കൊക്കെ ഇടാൻ വേണ്ടി ആ ഒറ്റ തട്ടിലുള്ള ചെമ്പരത്തി പൂവാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ അത് തന്നെ എടുക്കാൻ നോക്കണം. അതിനാണ് നമുക്ക് കൂടുതൽ റിസൾട്ട്. കളർ പൂവൊന്നും എടുക്കണ്ട കേട്ടോ. കളറ് ചെമ്പരത്തി പൂവ് എടുക്കണ്ട കേട്ടോ. ആ ഒറ്റ കിട്ടുവാണെങ്കിൽ എവിടെ നിന്നേലും നിങ്ങൾ കട്ട് പറിച്ചെങ്കിലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ. ഇത് നമ്മുടെ വയലരൻ ചേച്ചിയുടെ മുഖത്തൊക്കെ, ചേച്ചിയൊക്കെ വീഡിയോ ചെയ്യുന്നവർ, അപ്പോൾ ആ ചേച്ചിയുടെ മുഖത്തൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, പുള്ളിക്കാരി എന്തെങ്കിലും ചെയ്യുമോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ. നന്നായിട്ട് ആ ചേച്ചിക്ക് നന്നായിട്ട് ഇവിടെ കറുത്ത പാടുണ്ട് കേട്ടോ. വയലരൻ ചേച്ചി അഥവാ എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്ക്. നല്ല വ്യത്യാസം കിട്ടും കേട്ടോ. ചേച്ചിയുടെ എന്തടേ കൊതു വന്ന് കുത്തുന്നു കേട്ടോ. ഇവിടെ ചേച്ചിക്ക് നന്നായിട്ട് ഇതുണ്ട് കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട, അതൊരു രോഗമൊന്നും അല്ല കേട്ടോ. നമുക്കിതൊക്കെ ചെയ്ത് ഇതേപോലുള്ള കുഞ്ഞു ടിപ്പൊക്കെ ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റാവുന്ന ഒരു ഇതേ ഉള്ളൂ കേട്ടോ. നമുക്കിത് വരുമ്പോൾ നമ്മൾ പറയാം എവിടെയെങ്കിലും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പാട് വരുമ്പോൾ കഷ്ടകാല സമയം കറുപ്പ് വീഴുന്നത് നമ്മൾ പറയുമല്ലേ, സത്യമല്ലേ. നമ്മൾ നാട്ടിൻ പുറത്തുള്ള അല്ല, നമ്മളൊക്കെ ഇങ്ങനെ ആരെങ്കിലും കഴിയും കറുത്ത പാട് വീഴുന്നല്ലോ, കഷ്ടകാല സമയമാണല്ലോ. അപ്പോഴവരും പറയാം അതെ എനിക്കും കഷ്ടകാല സമയമാണ് എന്നൊക്കെ പറയും. ചിലർക്ക് ഈ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ. അതൊക്കെ പോയിക്കോളും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. തുടർച്ചയായിട്ട് തന്നെ സുപ്പുവിൻ്റെ ഈ ഒരു കിടിലൻ ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ 10 ചെമ്പരത്തിപ്പൂ എടുത്താൽ അത്രയും അത് കിട്ടിയാൽ അത്രയും നല്ലതാട്ടോ. 10എങ്കിൽ 10 മൊട്ടോ പൂവായാലും മതി കേട്ടോ. പഴകിയത് വേണ്ട. എന്ന് വെച്ചാൽ ഇന്നത്തെ തന്നെ നമ്മളെടുക്കണം. നാളത്തെ നമ്മൾ എടുക്കരുത്, കൊള്ളത്തില്ല കേട്ടോ. അത് വേണ്ട. അത് വേണമെങ്കിൽ നിങ്ങൾ പിഴിഞ്ഞൊക്കെ തലയിലൊക്കെ തേച്ച്, പക്ഷെ മുഖത്ത് നമ്മൾ ചെയ്ത് കൊടുക്കും. നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂ തന്നെ നമ്മൾ എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണോ ഒന്നും കൂടെ സുപ്പ് പറഞ്ഞു തരാം. എത്ര വേണമെങ്കിലും ചെമ്പരത്തിപ്പൂ എടുക്കാം, നാടൻ ചെമ്പരത്തിപ്പൂ എടുക്കണം.
എടുക്കണം. അതിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്യേണ്ടത് നമ്മൾ നല്ല അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി കേട്ടോ. അത് ഞാൻ പറഞ്ഞു തന്നില്ല. അപ്പം പുട്ടിൻ്റെ അല്ലേ അപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടി എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അരഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ കൂടെ തൈര് ചേർക്കുക കേട്ടോ. ഒരുപാട് പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ നോക്കണം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഈ മുഖത്ത് ഫുൾ അവിടെ നിന്നല്ല, കരിമംഗലി ഉള്ളിടത്ത് മാത്രമല്ല, നമുക്ക് ഫുള്ള് നമ്മുടെ മുഖത്ത് ഇത് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചെമ്പരത്തി പൂവിൻ്റെ ഗുണം ഒരുപാട്, അല്ലാതെ തന്നെ ഒരുപാട് പായ്ക്കുകളിൽ നമ്മൾ ചെമ്പരത്തി പൂ എടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ ഓരോരുത്തർ സെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചിലപ്പം വിചാരിക്കും ഇങ്ങനെ കൊഴിഞ്ഞ് ഇവിടെ കിടക്കുമ്പോഴേ ഞാൻ വിചാരിക്കും എന്തുകൊണ്ട് സുപ്പിന് ഇത് വയ്യ, ഇത് ഉണക്കി പൊടിച്ച് സെയിൽ ചെയ്താൽ എന്താണ്. അതേപോലെ ശംഖുപുഷ്പം ദേ നിറച്ച് ഇവിടെ നിൽക്കുന്നു കേട്ടോ. നമുക്കൊന്നും ഇതിനൊന്നും ഒരു മാനമില്ല ഇങ്ങനെ നിന്നിങ്ങനെ. ഞാൻ പക്ഷേ നമുക്ക് 3-4 പാത്രത്തിനകത്ത് വെള്ളത്തിനകത്ത് നമ്മുടെ ഈ ശംഖുപുഷ്പമൊക്കെ ഇന്നും കൊണ്ടുവയ്ക്കാറുണ്ട്. നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് കേട്ടോ. അതൊക്കെ പൂക്കൾ വെള്ളത്തിൽ ഇടുന്നത്, അത് കാണുന്നതും ഒക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് അല്ലേ. വെള്ളത്തിനകത്ത് ഇങ്ങനെ പൂ കിടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക അതിനൊരു ഭംഗിയും ഒരു സന്തോഷവും തന്നെയാണ് കേട്ടോ. അപ്പോഴേ ഇവിടെ നമുക്ക് ഇഷ്ടമാതിരി ശംഖുപുഷ്പമുണ്ട്. അപ്പോൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ്. നമുക്ക് ഈ ചെമ്പരത്തി പൂവിൻ്റെ വെള്ളം തന്നെ നമുക്ക് ജ്യൂസാക്കി കുടിക്കാം. ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂ തന്നെ നമുക്ക് ജ്യൂസ്, അല്ലെങ്കിൽ ഇതേപോലെ ബ്യൂട്ടി ടിപ്പുകൾ ഉണക്കി നമുക്ക് സെയിൽ ചെയ്യാൻ പൊടിച്ച് എന്തൊക്കെ. പക്ഷെ നമ്മളൊക്കെ മടിച്ചുകളായിപ്പോയി. ഇതിൻ്റെയൊന്നും ഉപയോഗങ്ങൾ നമുക്ക് അറിയത്തില്ല എന്നുള്ളതാണ് കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് അറിയത്തില്ല എന്നുള്ളതാണ് സത്യം അല്ലേ. അപ്പോഴും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് കേട്ടോ. ഇതുമാതിരിയൊക്കെ ഓരോന്ന്. മറ്റുള്ള പുഷ്പങ്ങളൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ റോസാപ്പൂ തന്നെ, നാടൻ പനിത് റോസ തന്നെ, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച. പണ്ടൊക്കെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ വരുമായിരുന്നു. ഞാൻ എന്നെ കൊണ്ടുവന്ന ഈ സമയത്ത് അപ്പുറത്തൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നേ. നമ്മുടെ റോസാപ്പൂ തപ്പി വരുമായിരുന്നു വെച്ചാൽ അത് വെള്ളത്തിനകത്തിട്ട് ആ പിറ്റേന്ന് ദിവസം ആ വെള്ളം കണ്ണിന് ഒഴിച്ചു കൊടുത്താൽ നല്ല തെളിച്ചവും കണ്ണിന് കാഴ്ചയൊക്കെ കിട്ടുമെന്നാണ്. നമ്മുടെ നമ്പ്യാർ വെട്ടം പൂവ് ഇതൊക്കെ ഇട്ടാൽ കണ്ണ് കഴിയാൽ ഒക്കെ സൂപ്പറാണ് കേട്ടോ. നമുക്ക് ഇതൊന്നും ഇപ്പോഴുള്ള തലമുറയ്ക്കൊന്നും അറിയത്തില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോഴും നമുക്കും പഠിക്കാൻ, നമുക്കും ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള നല്ല ടിപ്പുകളും. പ്രത്യേകിച്ച് ഒരു കെമിക്കലോ ഒന്നുമല്ല നമ്മളൊക്കെ പറഞ്ഞു തരുന്നത് അല്ലേ. നമ്മുടെ നാടൻ മരുന്നുകളാണ് നമ്മളൊക്കെ പറഞ്ഞു തരുന്നതല്ലേ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ കരിമംഗലിയുള്ള ചേച്ചിമാരെ പ്രത്യേകം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. അല്ലാത്തവർക്കും ഇത് ചെയ്യാം. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്. ഞാൻ അല്ലാതെ എനിക്ക് അങ്ങനെ കുഴപ്പമില്ല എങ്കിൽ തന്നെ നമ്മളിവിടെ അരച്ച് പുരട്ടാറുണ്ട് കേട്ടോ. സൂപ്പറാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തു പോവോ. ഈ കരിമംഗലിയുള്ള ചേച്ചിമാരെ അടുപ്പിച്ച് നിങ്ങൾ ചെയ്യേ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളും വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.